കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് പിളർന്നു. ഉന്നതാധികാര സമിതി അംഗങ്ങളായ ഡോക്ടർ കെ.സി. ജോസഫ്, കെ. ഫ്രാൻസിസ് ജോർജ്, ആന്റണി രാജു എന്നിവർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. ഉൾപാർട്ടി ജനാധിപത്യം തകർത്ത കെ.എം. മാണിയുമായി സഹകരിക്കാനാവില്ലെന്ന് ആന്റണി രാജു വ്യക്തമാക്കി. ജോസ് കെ. മാണിയെ മന്ത്രിയാക്കാൻ കെ.എം. മാണി ബി.ജെ.പിയുമായി രഹസ്യ ചർച്ച നടത്തിയതായും ആന്റണി രാജു ആരോപിച്ചു. കെ.എം. മാണി പാർട്ടിയെ വാണിജ്യ സ്ഥാപനമാക്കി മാറ്റിയെന്ന് ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. LDF-മായി ചർച്ചകൾ നടന്നിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. വർഗീയത ഉയർത്തുന്ന ബി.ജെ.പിയുമായി സഖ്യപ്പെടാനുള്ള കെ.എം. മാണിയുടെ നീക്കം, മന്ത്രിസ്ഥാനത്തിരുന്ന മാണി നടത്തിയ സുതാര്യമല്ലാത്ത പ്രവർത്തനങ്ങൾ, മക്കൾ രാഷ്ട്രീയം, ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് കേരള കോൺഗ്രസ് വിടുന്നതെന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്ന ആന്റണി രാജു പറഞ്ഞു. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് കേരള കോൺഗ്രസ് പാർട്ടി അടിയറ വയ്ക്കാനുള്ള ശ്രീ കെ.എം. മാണിയുടെയും ശ്രീ ജോസ് കെ. മാണിയുടെയും ആപത്കരമായ നീക്കവുമായി യോജിക്കാൻ കഴിയില്ല. മന്ത്രിസ്ഥാനത്തിരുന്ന് സുതാര്യമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തി പാർട്ടിക്ക് വിശ്വാസ തകർച്ച ഉണ്ടാക്കിയ ശ്രീ കെ.എം. മാണിയുടെ നേതൃത്വം ഇനി അംഗീകരിക്കാൻ കഴിയില്ല. ഫ്രാൻസിസ് ജോർജും ഡോക്ടർ കെ.സി. ജോസഫും ഞാനും കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പുനരുജ്ജീവിപ്പിക്കുമെന്നും ഈ മാസം 9-ന് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്ത ഭാവി പരിപാടികൾ തീരുമാനിക്കുമെന്നും ആന്റണി രാജു വ്യക്തമാക്കി. പി.ജെ. ജോസഫ് കെ.എം. മാണിക്കൊപ്പം അധികകാലം നിൽക്കുമെന്ന് കരുതുന്നില്ല. സീറ്റ് മോഹമല്ല പാർട്ടി വിട്ടതിന്റെ പിന്നിലെന്നും ആന്റണി രാജു ആവർത്തിച്ചു പറഞ്ഞു. മത്സരം മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഈ രാജിവെച്ച 3 പേർക്കും സീറ്റ് തന്നുവെന്ന് ഇന്ന് രാവിലെ പി.ജെ. ജോസഫ് സാർ പോലും പ്രഖ്യാപിച്ചല്ലോ. ആന്റണി രാജുവിന് ഉറപ്പുള്ള സീറ്റുകൾ നൽകും, ഉറച്ച സീറ്റ് നൽകും എന്ന് പി.ജെ. ജോസഫ് സാർ പറഞ്ഞല്ലോ. കോതമംഗലം, ഫ്രാൻസിസ്. അപ്പോൾ അതല്ലല്ലോ, സീറ്റ് അല്ലല്ലോ ഞങ്ങളുടെ മുന്നിലുള്ള വിഷയമാണ്. അതേസമയം കേരള കോൺഗ്രസ് പാർട്ടിയെ ഒരു വാണിജ്യ സ്ഥാപനമാക്കി കെ.എം. മാണി മാറ്റിയെന്ന് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ഇതിന് കൂട്ടുനിൽക്കാൻ ആവില്ലെന്നും ഫ്രാൻസിസ് ജോർജ് വ്യക്തമാക്കി. ബാർക്കോഴ കേസ് വന്നപ്പോൾ തന്നെ കെ.എം. മാണിയോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷം പകയോടെയാണ് കെ.എം. മാണി തങ്ങളെ കണ്ടതെന്നും ഫ്രാൻസിസ് ജോർജ് കൂട്ടിച്ചേർത്തു. ഇന്നിപ്പോൾ ഇതൊരു വാണിജ്യ സ്ഥാപനം പോലെ പാർട്ടിയെ ഒരു വാണിജ്യ സ്ഥാപനമാക്കി മാറ്റി എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാർട്ടി വിട്ടുപോയവരോട് യോജിപ്പില്ലെന്ന് പി.ജെ. ജോസഫ് പ്രതികരിച്ചു. കേരള കോൺഗ്രസിന്റെ പിളർപ്പ് മുന്നണിയെ ബാധിക്കില്ലെന്ന് ഉമ്മൻചാണ്ടിയും വ്യക്തമാക്കി. കേരള കോൺഗ്രസിന്റെ പിളർപ്പ് ആശയപരമെങ്കിൽ അംഗീകരിക്കുന്നതായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിലെ പിളർപ്പിനോടുള്ള വിവിധ നേതാക്കളുടെ പ്രതികരണം ഇങ്ങനെ. പാർട്ടി വിട്ടുപോയവരോട് യോജിപ്പില്ലെന്നാണ് പി.ജെ. ജോസഫിന്റെ പ്രതികരണം. താൻ പാർട്ടി വിടില്ലെന്നും ജോസഫ് പറഞ്ഞു. അത് നിർഭാഗ്യകരമായി പോയി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാർട്ടി തുടരേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. അല്ല, പാർട്ടിയിൽ വിട്ടുപോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കേരള കോൺഗ്രസിലെ പിളർപ്പ് മുന്നണിയെ ബാധിക്കില്ലെന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കോഴിക്കോട് പ്രതികരിച്ചത്. ഏതെങ്കിലും വ്യക്തികൾ പോകുന്നത് മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമാകുന്നില്ല. പാർട്ടിയിൽ പിളർപ്പില്ലെന്നും പുറത്തുപോയവർ ഉന്നയിച്ചത് ദുരാരോപണങ്ങളാണെന്നും കേരള കോൺഗ്രസ് എം നേതാവ് ജോയി എബ്രഹാം പ്രതികരിച്ചു. കേരള കോൺഗ്രസിന്റെ പിളർപ്പ് ആശയപരമെങ്കിൽ അംഗീകരിക്കുന്നതായി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. ബി.ജെ.പിക്കും കോൺഗ്രസിനുമെതിരെ അവർ നിലപാടെടുക്കട്ടെയെന്നും കോടിയേരി പ്രതികരിച്ചു. ഈ പിളർപ്പ് ആശയപരമാണെങ്കിൽ അത് സ്വാഗതാർഹമാണ്. ബി.ജെ.പിക്കും UDF-നുമെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ച് ആരെങ്കിലും മുന്നോട്ട് വരികയാണെങ്കിൽ അത് കേരളത്തിലെ UDF-ന്റെയും ബി.ജെ.പിയുടെയും എതിരായിട്ടുള്ള മുന്നേറ്റത്തിന് സഹായകരമായിരിക്കും. ന്യൂസ് ഡെസ്ക്. JNU വിദ്യാർത്ഥി നേതാവ് കനയ്യകുമാർ ജയിൽ മോചിതനായി. ദില്ലി ഹൈക്കോടതി 6 മാസത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചതിനെ തുടർന്നാണ് മോചനം. മനുശങ്കർ ദില്ലിയിൽ നിന്നും. മനുശങ്കർ, എപ്പോഴാണ് കനയ്യകുമാർ പുറത്തിറങ്ങിയത്? വിവരങ്ങൾ. ഹരി, 6:40 കൂടിയാണ് കനയ്യകുമാറിനെ തിഹാർ ജയിലിൽ നിന്നും പുറത്തിറക്കിയത്. കനയ്യകുമാറിന്റെ ജീവന് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വളരെ രഹസ്യമായിരുന്നു തിഹാർ ജയിലിൽ നിന്നും മാധ്യമങ്ങളെ ഇപ്പോൾ പറയിക്കാതെ കന്നയ്യെ പുറത്തേക്ക് ഇറക്കിയത്. നിലവിൽ മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി ദില്ലി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം 10,000 രൂപ ജാമ്യത്തുക കെട്ടിവെക്കുകയും JNU അധ്യാപകർ തന്നെ ജാമ്യം നിൽക്കുകയും ചെയ്തു. തുടർന്ന് കന്നയ്യയുടെ തുടർ പ്രവർത്തനങ്ങളെല്ലാം തങ്ങളുടെ നിരീക്ഷണത്തിലായിരിക്കുമെന്ന് രേഖാമൂലം ഒരു ഒപ്പിട്ടൊരു ഉറപ്പും അധ്യാപകർ മജിസ്ട്രേറ്റ് മുമ്പാകെ നൽകുകയും ചെയ്തു. ഇതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അഭിഭാഷകർ 6 മണിയോടുകൂടിയും തിഹാർ ജയിലിൽ തന്നെ എത്തിച്ചേരുകയും തുടർന്ന് 6:40 വളരെ രഹസ്യമായി കന്നയ്യെ പുറത്തിറക്കുകയുമായിരുന്നു. കന്നയ്യ 9:30 JNU-വിൽ എത്തും എന്നാണ് അറിയുന്നത്. തുടർന്ന് ഈ വിദ്യാർത്ഥികൾ തന്നെ കേന്ദ്ര സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു സമര പരിപാടി നടത്തുന്നുണ്ട്. ഇതിനെ അഭിസംബോധന ചെയ്തും കന്നയ്യകുമാർ സംസാരിക്കുമെന്ന് കൂടി അറിയാൻ സാധിക്കുന്നു. ഹരി. ദില്ലിയിൽ നിന്നും. തിരൂരിൽ DYFI സമ്മേളനത്തിൽ
കോടിയേരി ബാലകൃഷ്ണൻ സംസാരിക്കുന്നു. തത്സമയം. പ്രസ്ഥാനമാണ് RSS എന്ന വസ്തുത ക്രമേണ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ്. RSS മത്സ്യത്തൊഴിലാളികൾക്കെതിരാണ്, RSS കർഷക തൊഴിലാളികൾക്കെതിരാണ്, കൃഷിക്കാർക്കെതിരാണ്, തൊഴിലാളി വർഗത്തിനെതിരാണ്. എല്ലാ മതത്തിലും എല്ലാ സമുദായത്തിലും പെട്ട അധ്വാനിക്കുന്ന വർഗത്തിനെതിരായ ഫാസിസ്റ്റ് സംഘടനയാണ് RSS. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് RSS പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് ഇന്ത്യയിൽ അധികാരം കിട്ടിയപ്പോൾ കോർപ്പറേറ്റുകളെ സംരക്ഷിക്കാനും അവരെ വളർത്തിയെടുക്കാനും ശ്രമിച്ചു. എന്നാൽ കോൺഗ്രസിനെ കൊണ്ട് ഇനി കോർപ്പറേറ്റുകൾക്ക് ഭാവിയില്ല എന്ന് മനസ്സിലായപ്പോൾ ഇന്ത്യയിലെ കുത്തക മുതലാളിമാർ കോർപ്പറേറ്റുകൾ അവരുടെ സംരക്ഷകന്മാരായി RSSനെ കണ്ടെത്തി. അവരുടെ പ്രത്യുപകാരമാണ് അധികാരം കിട്ടിയപ്പോൾ BJP പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്തവണത്തെ ബഡ്ജറ്റ് അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ്. കള്ളപ്പണം വെളുപ്പിക്കാൻ അവസരം കൊടുത്തിരിക്കുകയാണ്. ആരുടെയെങ്കിലും കയ്യിൽ അനധികൃതമായ സ്വത്ത് കള്ളപ്പണമുണ്ടെങ്കിൽ ആ കള്ളപ്പണത്തിൻ്റെ 45% നരേന്ദ്രമോദിക്ക് കൊടുത്താൽ 55% കയ്യിൽ വെക്കാം. നിങ്ങളുടെ കയ്യിൽ ഒരു 100 രൂപ കള്ളനോട്ടുണ്ടെങ്കിൽ 45 ഉറുപ്പിക നരേന്ദ്രമോദിക്ക് കൊടുത്താൽ മതി. ബാക്കി 45 രൂപ വെള്ളപ്പണമായിട്ട് മാറ്റാൻ അവസരം കൊടുത്തിരിക്കുകയാണ് ബഡ്ജറ്റ്. കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചപ്പോൾ കള്ളപ്പണക്കാരെ സഹായിച്ചു. BJP ഇന്ത്യയിൽ അധികാരത്തിൽ വന്നപ്പോൾ കള്ളപ്പണക്കാരുടെ സർക്കാരാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP സർക്കാർ. വിദേശ രാജ്യങ്ങൾ നിക്ഷേപിച്ചിട്ടുള്ള കള്ളപ്പണം ഇവിടെ തിരിച്ചു കൊണ്ടുവരുമെന്നായിരുന്നില്ലേ ഇലക്ഷൻ കാലത്ത് മോദിയുടെ BJPയുടെ പ്രഖ്യാപനം? താമര വിരിയട്ടെ. വിദേശത്തുള്ള കള്ളപ്പണം ഇന്ത്യയിൽ എത്തിച്ച് ഓരോരുത്തരുടെ ബാങ്ക് അക്കൗണ്ടിലും 15 ലക്ഷം ഉറുപ്പിക വീതം നിക്ഷേപിക്കും. നരേന്ദ്രമോദി ഇലക്ഷൻ കാലത്ത് പ്രസംഗിച്ചപ്പോൾ BJPക്കാർ കൈയടിച്ചു കൊടുത്തില്ലേ? പ്രസംഗം കേട്ടവർ വിചാരിച്ചു താമര വിരിഞ്ഞാൽ എല്ലാവരുടെ ബാങ്ക് അക്കൗണ്ടിലും 15 ലക്ഷം ഉറുപ്പിക കിട്ടും എന്ന്. BJP അധികാരത്തിൽ വന്നപ്പോൾ പറഞ്ഞു അക്കൗണ്ട് ഇല്ലാത്തവരൊക്കെ അക്കൗണ്ട് എടുക്കണം. അപ്പോൾ എല്ലാവരും ഉറപ്പിച്ചു. കിട്ടിപ്പോയി 15 ലക്ഷം. ആർക്ക് കിട്ടി 15 ലക്ഷം? കള്ളപ്പണക്കാരെ സംരക്ഷിക്കുന്ന BJP ഇലക്ഷൻ കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ മുഴുവൻ വിഴുകി കള്ളപ്പണക്കാരുടെ സംരക്ഷകന്മാരായിട്ട് മാറി. ഇത്തവണത്തെ ബഡ്ജറ്റിൽ കള്ളപ്പണക്കാർക്ക് പാരിതോഷികം പ്രഖ്യാപിക്കുന്ന ബഡ്ജറ്റാണ് നരേന്ദ്രമോദി പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ്. പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ടുള്ള തൊഴിലാളികളുടെ പ്രോവിഡന്റ് ഫണ്ട് അത് കൊള്ളയടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് BJP സർക്കാർ. ഒരു തൊഴിലാളിയുടെ ജീവിതത്തിലെ വിയർപ്പിന്റെ വിലയാണ് പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ട്. ആ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് തുകയെടുക്കുമ്പോൾ 60% തുക പിൻവലിക്കുമ്പോൾ അതിന് കേന്ദ്ര ഗവൺമെന്റ് ഇൻകം ടാക്സ് കൊടുക്കണം എന്ന് നിർദ്ദേശിച്ചിരിക്കുകയാണ്. അസാധാരണമായൊരു നടപടിയാണിത്. ഓരോ തൊഴിലാളിയും അവരുടെ ഭാവിക്ക് വേണ്ടി കരുപ്പിടിപ്പിച്ച സമ്പാദ്യത്തെ കൊള്ളയടിക്കുന്ന നരേന്ദ്രമോദി തൊഴിലാളി വിരുദ്ധമായ സമീപനം സ്വീകരിക്കുന്ന സർക്കാരാണ് തെളിഞ്ഞില്ലേ? 5 ലക്ഷം കോടി രൂപയുടെ സൗജന്യം കോർപ്പറേറ്റുകൾക്ക് ചെയ്തു കൊടുത്തപ്പോഴാണ് തൊഴിലാളികളുടെ പ്രോവിഡന്റ് ഫണ്ട് അതിൽ നിന്ന് ഇൻകം ടാക്സ് ഈടാക്കാൻ നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സർക്കാർ ആർക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരാണ്? അധികാരം കിട്ടി 1.25 വർഷമായപ്പോൾ ഇവിടുത്തെ യുവജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആശ്വാസം മോദി സർക്കാർ ചെയ്തിട്ടുണ്ടോ? ഇടതുപക്ഷം അധികാരത്തിൽ വന്ന കേരളത്തിൽ തൊഴിലില്ലായ്മ വേതനം കൊടുത്തു. ഇന്ത്യയിലെ തൊഴിലില്ലാത്ത യുവാക്കൾക്ക് ഒരു തൊഴിലില്ലായ്മ വേതനം പ്രഖ്യാപിക്കാൻ നരേന്ദ്രമോദി സർക്കാരിന് കഴിഞ്ഞോ? ഇന്ത്യയിലെ അഭ്യസ്തവിദ്യരായിട്ടുള്ള എല്ലാ IT ബിരുദധാരികൾക്കും
തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞിട്ടല്ലേ ഇലക്ഷൻ കാലത്ത് വോട്ട് പിടിച്ചത്? ഈ പ്രഖ്യാപനം കേട്ട് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ, വിവിധ ടെക്നോ പാർക്കുകളിൽ പണിയെടുക്കുന്ന IT ഹോൾഡർമാർ നരേന്ദ്രമോദി വരട്ടെ, നല്ല കാലം വരും, അഭ്യസ്ത വിദ്യർക്ക് മാന്യമായ തൊഴിൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ച് BJPക്ക് വോട്ട് ചെയ്ത ഇന്ത്യയിലെ യുവാക്കൾ ഇപ്പോൾ തന്നെ നിരാശരായി കഴിഞ്ഞില്ലേ? അതുകൊണ്ടാണ് ക്യാമ്പസുകളിൽ ലോകസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് BJPക്ക് വേണ്ടി പ്രചാരവല ചെയ്ത യുവാക്കൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയ്ക്ക് പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികളെ അംഗീകരിക്കില്ലെന്ന് കൊല്ലം DCC പ്രസിഡന്റ് എഴുകോൺ സത്യശീലൻ. കൊല്ലം സ്വദേശികളെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് തന്റെ നിലപാടെന്നും എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. അതേസമയം പത്തനാപുരത്ത് വരത്തന്മാരെ വേണ്ടെന്നും ഇരവിപുരത്ത് RSPക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ലീഗിനെ കിട്ടില്ലെന്ന മുന്നറിയിപ്പുമായി ജില്ലയിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് മത്സരിക്കാൻ ലക്ഷ്യമിടുന്ന 8 മണ്ഡലങ്ങളിലും കൊല്ലം സ്വദേശികളെ മത്സരിപ്പിക്കണമെന്ന നിലപാടിലുറച്ച കൊല്ലം DCC നേതൃത്വം പുറമെ നിന്നുള്ളവരെ കെട്ടിയിറക്കാൻ ശ്രമിച്ചാൽ അംഗീകരിക്കില്ലെന്നും DCC അധ്യക്ഷൻ എഴുകോൺ സത്യശീലൻ മുന്നറിയിപ്പ് നൽകി. 8 സീറ്റ് കോൺഗ്രസിന് തന്നെ നിലനിർത്താനും അത് ജില്ലയിൽപ്പെട്ട സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ മത്സരിപ്പിക്കാനും കഴിയണം എന്ന കാര്യത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. പുറത്തുനിന്നുള്ള കോൺഗ്രസിലും പുറത്തുനിന്നുള്ള സ്ഥാനാർത്ഥികൾ ഇറക്കം കൊണ്ടുവരാതെ ഇവിടെയുള്ളവരെ തന്നെ സെലക്ട് ചെയ്ത് പോകണമെന്നും ശക്തമായ അഭിപ്രായം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനുണ്ട്. മുമ്പ് ജില്ലയിൽ നിന്ന് അയൽ ജില്ലയിലേക്ക് താമസം മാറ്റിയവരും സിനിമാ രംഗത്തുള്ളവരെയും സ്ഥാനാർത്ഥിയായി വേണ്ടെന്നാണ് തങ്ങളുടെ നിലപാടെന്നും എഴുകോൺ സത്യശീലൻ വ്യക്തമാക്കി. രാജ്കുമാർ, ന്യൂസ് ബ്യൂറോ, കൊല്ലം.